ഇനി ഞാൻ ഒന്ന് പുറത്തോട്ട് പോയിട്ടേ. മുൻചേട്ടാ പോയിട്ട് വരുമ്പോൾ എനിക്കൊരു എഗ് പഫ് വാങ്ങിച്ചോണ്ട് വരുമോ? മക്കളെ, നമ്മളിപ്പം ജിമ്മിൽ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. നീ ഇപ്പം ഈ എഗ് പഫ് ഒക്കെ കഴിച്ചാൽ ഒരു എഗ് പഫിൽ എത്ര കാലറി ഉണ്ടെന്നറിയോ? അതിനകത്ത് മുട്ടയുടെ മഞ്ഞയും ഉണ്ട്. നീ അങ്ങനെ കഴിക്കരുത് മക്കളെ. നീ ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുക. ഈ എഗ് പഫിന് വരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ വല്ല വേണമെന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ആ അത് ശരിയാ. എന്നാ പിന്നെ മുൻചേട്ടൻ ഒരു കാര്യം ചെയ്യും, തൽക്കാലത്തേക്ക് കഴിക്കാനായിട്ട് ഒരു അസൈ ബോൾ വാങ്ങിച്ചോ. അത് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ലോങ് ടൈം കഴിക്കാനായിട്ടെ വാൾനട്ട്സ്, വാട്ടർമെലൺ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, അവക്കാഡോ, പിന്നെ ഗ്രേപ്പ് സീഡ് ഓയിൽ ആൻഡ് ടൂമറിക് ആൻഡ് ജിഞ്ചർ ഷോട്ട്സ്, ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വരട്ടെ. വെയിറ്റ് നിന്ന് വാങ്ങിക്കണേ. അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അവിടെ നല്ല ക്വാളിറ്റി സാധനം കിട്ടുന്നത്. ഓക്കെ. ഒരു എഗ് പഫ് കഴിച്ചെന്നും പറഞ്ഞ് നമ്മുടെ ജിമ്മിലും ഡയറ്റിലും ഒന്നും ഒരു കുഴപ്പവും വരില്ല. 2 എഗ് പഫ് വാങ്ങിച്ചു തരാം. ഒരെണ്ണം നിനക്ക് വെറുതെ.